നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്കോണമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗമാണ്. അതിലെ 5ാമത്തെ ചാപ്റ്ററായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മലയാളത്തിൽ പറഞ്ഞാൽ കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. നമുക്ക് തുടങ്ങിയാലോ? ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ, അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ഒരു സ്ഥലത്ത് പെയ്ത മഴയുടെ കണക്ക്. ഇങ്ങനെ ഒരുപാട് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാകും, അല്ലേ? ഈ വലിയ ഡേറ്റയെ മുഴുവൻ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരൊറ്റ സംഖ്യ, ആ ഒരു സംഖ്യയിലേക്ക് ഇതിനെ എങ്ങനെ ചുരുക്കാം? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗം പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് വളരെ എളുപ്പമാകും. ആവറേജ് എന്ന ആശയം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അരിത്മെറ്റിക് മീൻ, മീഡിയൻ എന്നിവയൊക്കെ എങ്ങനെ തെറ്റാതെ കണക്കുകൂട്ടാമെന്ന് പഠിക്കും. അതോടെ പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഉത്തരമെഴുതാനും പറ്റും. ശരി, അപ്പോൾ നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ സെൻട്രൽ ടെൻഡൻസി? അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ആവറേജ് എന്നതിന്റെ ശരിക്കുള്ള ആശയം എന്താണ്? നമുക്കാദ്യം അതൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു കൂട്ടം ഡേറ്റയെ മുഴുവനായി പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ വാല്യൂ ആണ്. ഇതിനെയാണ് നമ്മൾ സാധാരണയായി ആവറേജ് എന്ന് വിളിക്കുന്നത്. അത്രയുള്ളൂ. പ്രധാനമായും 3 തരം ആവറേജസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: അരിത്മെറ്റിക് മീൻ, മീഡിയൻ, പിന്നെ മോഡ്. ഇതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 എണ്ണമായ മീൻ, മീഡിയൻ എന്നിവയിലാണ് നമ്മൾ ഇന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. ഏറ്റവും സാധാരണയായി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആവറേജ്, അരിത്മെറ്റിക് മീൻ. എന്താണ് അരിത്മെറ്റിക് മീൻ? നമുക്ക് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും തമ്മിൽ കൂട്ടുക, എന്നിട്ട് ആകെ എത്ര സംഖ്യകളുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇത്രയുള്ളൂ സംഭവം. ഇതിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമുലയാണിത്: എക്സ് ബാർ ഈക്വൽസ് സിഗ്മ എക്സ് അപ്പോൺ എൻ. ഇത് കാണുമ്പോൾ പേടിയൊന്നും വേണ്ടാട്ടോ, വളരെ എളുപ്പമാണ്. ഇവിടെ എക്സിന് മുകളിൽ ഒരു വര കണ്ടില്ലേ? അതിനെ എക്സ് ബാർ എന്ന് വായിക്കും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം. ഈ സിഗ്മ ചിഹ്നത്തിന്റെ പേര് സിഗ്മ എന്നാണ്. ഇതിന്റെ അർത്ഥം ആകെ തുക അഥവാ സം ഓഫ് എന്ന് മാത്രം ഓർത്താൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഓരോ സംഖ്യയും, എൻ എന്ന് പറഞ്ഞാൽ ആകെ എത്ര സംഖ്യകൾ ഉണ്ട് എന്ന എണ്ണവുമാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഉദാഹരണം വെച്ച് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ 5 കുട്ടികളുടെ മാർക്കുകൾ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 1: ആദ്യം ഈ മാർക്കുകളുടെ ആകെ തുക, അതായത് സിഗ്മ എക്സ് കാണുക. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 281 എന്ന് കിട്ടും. സ്റ്റെപ്പ് 2: ആകെ എത്ര കുട്ടികളുണ്ട്? എൻ എന്നത് 5 ആണ്. സ്റ്റെപ്പ് 3: ഇനി മീൻ കാണാൻ 281നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം 56.2 എന്ന് കിട്ടും. ഇതാണ് ആ ക്ലാസ്സിലെ ശരാശരി മാർക്ക്. എളുപ്പമല്ലേ? ഇനി ചിലപ്പോൾ ചോദ്യങ്ങളിൽ ഡാറ്റ ഒരു ടേബിൾ രൂപത്തിലായിരിക്കും തരുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ മീൻ കാണുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഓരോ സംഖ്യയും എത്ര തവണ വരുന്നു, അതായത് ഫ്രീക്വൻസി എഫ് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ സംഖ്യയെയും അതിന്റെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കണം. കണ്ടിന്യൂസ് സീരീസിൽ ഡാറ്റ 0, 10, 10, 20 എന്നിങ്ങനെയുള്ള ക്ലാസുകളായിട്ടാവും തരുന്നത്. അവിടെ നമ്മൾ ആദ്യം ഓരോ ക്ലാസിന്റെയും മിഡ് പോയിന്റ്, അതായത് എം കണ്ടുപിടിക്കണം. ഈ സ്ലൈഡിലെ ഫോർമുലകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പേടിക്കണ്ട, ഇത് വരുന്ന ക്ലാസുകളിൽ നമ്മൾ വിശദമായി പഠിക്കും. ശരി, അപ്പോൾ മീൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ആളിലേക്ക് പോകാം: മീഡിയൻ. മീഡിയൻ എന്ന് കേട്ടാൽ ഉടനെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട വാക്ക് മിഡിൽ അഥവാ നടുക്ക് എന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയാൽ കൃത്യം നടുക്ക് വരുന്ന സംഖ്യ ഏതാണോ അതാണ് മീഡിയൻ. വളരെ സിമ്പിളാണ്. മീഡിയൻ കണ്ടുപിടിക്കാൻ കൃത്യമായി 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇത് മറന്നു പോകരുത്. തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നടുവിലുള്ള സംഖ്യയുടെ സ്ഥാനം, അതായത് പൊസിഷൻ കണ്ടുപിടിക്കാൻ n+1/2 എന്ന ഈ ഫോർമുല ഉപയോഗിക്കുക. ഈ ചിത്രമൊന്നു നോക്കൂ. ഇവിടെ പല ഉയരത്തിലുള്ള ആളുകളെ ഓർഡറിൽ നിർത്തിയിരിക്കുകയാണ്. കണ്ടോ? കൃത്യം നടുക്ക് വരുന്ന 62 ഇഞ്ചാണ് ഇവിടുത്തെ മീഡിയൻ. ഈ ചിത്രം കാണുമ്പോൾ ആശയം വളരെ വ്യക്തമാകും. അപ്പോ നിങ്ങൾക്കൊരു സംശയം വരാം: ആകെ സംഖ്യകളുടെ എണ്ണം, അതായത് n, ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തു ചെയ്യും?
ഉദാഹരണത്തിന് 6 പേരുണ്ടെങ്കിൽ. അപ്പോ കൃത്യം നടുക്ക് ഒരാളുണ്ടാവില്ലല്ലോ, പകരം 2 പേര് വരും, അല്ലേ? പേടിക്കണ്ട, വളരെ എളുപ്പമാണ്. അങ്ങനെ വന്നാൽ ആ നടുക്ക് വരുന്ന 2 സംഖ്യകളും തമ്മിൽ കൂട്ടി അതിന്റെ പകുതി എടുത്താൽ മതി. അതായത് ആ 2 സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കുക. ശരി, ഇപ്പൊ നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി. ഇനി ഇതെല്ലാം പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതി ഫുൾ മാർക്ക് വാങ്ങാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യം ഒരുമിച്ച് ചെയ്തു നോക്കാം. മാർക്കുകൾ തന്നിട്ടുണ്ട്: 20, 40, 50, 10, 30. ആദ്യം മീൻ കാണാം. എന്തു ചെയ്യണം? ഇതെല്ലാം തമ്മിൽ കൂട്ടണം. അപ്പോൾ 150 എന്ന് കിട്ടും. ആകെ 5 സംഖ്യകളുണ്ട്. അപ്പോൾ മീൻ കാണാൻ 150നെ 5 കൊണ്ട് ഹരിക്കുക. ഉത്തരം 30. ഇനി മീഡിയൻ കാണാം. ഓർക്കുന്നുണ്ടോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന്? അതെ, മാർക്കുകൾ ക്രമത്തിലെഴുതുക. 10, 20, 30, 40, 50. ഇനി സ്ഥാനം കണ്ടുപിടിക്കാം. 5+1/2, അതായത് മൂന്നാമത്തെ സ്ഥാനം. നമ്മൾ ക്രമത്തിലെഴുതിയതിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 30 ആണ്. അപ്പോൾ മീഡിയനും 30 ആണ്. ഇനി പരീക്ഷ എഴുതുമ്പോൾ പലർക്കും മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില സാധാരണ തെറ്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്നും അവ എങ്ങനെ ശ്രദ്ധിച്ചൊഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. സാധാരണയായി 2 പ്രധാന തെറ്റുകളാണ് സംഭവിക്കാറ്. ഒന്നാമത്തത്, മീഡിയൻ കാണാൻ പറയുമ്പോൾ ഡേറ്റയെ ഓർഡറിലെഴുതാൻ മറന്നുപോകുന്നത്. എപ്പോഴും ഓർക്കുക, മീഡിയൻ എന്ന ചോദ്യം കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഡേറ്റ അറേഞ്ച് ചെയ്യലാണ്. രണ്ടാമത്തെ തെറ്റ്, ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ മീൻ കാണുമ്പോൾ ഫ്രീക്വൻസി, അതായത് എഫ് കൊണ്ട് ഗുണിക്കാൻ മറന്നുപോകുന്നത്. ഇതൊഴിവാക്കാനുള്ള എളുപ്പവഴി എപ്പോഴും ഒരു ടേബിൾ വരച്ചു തന്നെ കണക്ക് ചെയ്യുക എന്നതാണ്. FX എന്നതിന് ഒരു പ്രത്യേക കോളം ഉണ്ടാക്കി ചെയ്താൽ ഈ തെറ്റുവരില്ല. ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ മുഴുവൻ മാർക്കും എങ്ങനെ നേടാം എന്നതിനുള്ള ചില ടിപ്പുകൾ കൂടി നമുക്ക് നോക്കാം. ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഒന്നാമതായി, ഫോർമുല കൃത്യമായി എഴുതണം. അതിന് തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കണക്കുകൂട്ടുന്ന ഓരോ സ്റ്റെപ്പും ഉത്തരക്കടലാസിൽ വ്യക്തമായി എഴുതണം. വെറുതെ ഉത്തരം മാത്രം എഴുതി വെക്കരുത്, കാരണം ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. അവസാന ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തിയായി ഒരു ബോക്സിനുള്ളിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ശരി, പരീക്ഷയുടെ തലേ ദിവസം നോക്കുന്നതുപോലെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്നുകൂടി ഓർത്തെടുക്കാം. അരിത്മെറ്റിക് മീൻ, അതായത് x⁻, എന്നാൽ ആവറേജ് ആണ്. ഫോർമുല x⁻∑x/n. ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ മീൻ കാണുമ്പോൾ ഫ്രീക്വൻസി ഉപയോഗിക്കണം. ഫോർമുല x⁻∑fx/f. മീഡിയൻ എന്നാൽ നടുവിലുള്ള വാല്യൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണ്? ഡേറ്റ ആദ്യം അറേഞ്ച് ചെയ്യണം. മീഡിയന്റെ സ്ഥാനം കാണാനുള്ള ഫോർമുല n+1/2. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. പേടിക്കണ്ട. നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ഇതാ. ആദ്യത്തെ 2 ദിവസം അരിത്മാറ്റിക് മീനുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്തു പഠിക്കുക. അടുത്ത 2 ദിവസം മീഡിയനിന്റെ കണക്കുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അവസാനത്തെ ദിവസങ്ങളിൽ എല്ലാ ഫോർമുലകളും ഒന്നുകൂടി ഓർത്തെടുത്ത് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളെക്കൊണ്ട് ഇത് തീർച്ചയായും സാധിക്കും. ഒരു പ്രയാസവുമില്ല. സ്ഥിരമായി ഒന്ന് പരിശീലിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.